എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദിയ കൃഷ്ണയുടെ പ്രശ്നം വളരെ കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഒരു വിഷയത്തിൽ ഇത്രയധികം വീഡിയോസ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റായിട്ട് ഫൈനലായിട്ട് ഒരു വീഡിയോ കൂടെ ചെയ്ത് നമ്മൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ കാണുമ്പോഴത്തേനും നമ്മളിപ്പോൾ നോക്കുമ്പോഴത്തേനും കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് വരുന്നത് ഈ 3 ജോലി ചെയ്ത സ്റ്റാഫുകളുടെ ഭാഗത്ത് പൂർണ്ണമായിട്ടും തെറ്റാണ്. ഇവർ ഒരു വലിയ മോഷണം നടത്തിയിട്ട് ഒരു മണി ഹേസ്റ്റ് പോലെ ഊരിപ്പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടന്നില്ല, അതിവിദഗ്ധമായി പൂട്ടിപ്പോയി. ഇതിനകത്ത് ഇപ്പോഴും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ദിയയുടെ സൈഡിൽ നിന്ന് അറിയില്ല കൃത്യം എത്ര രൂപയാണ് പോയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇവരുടെ സ്റ്റോക്കിൻ്റെ കാര്യത്തിലും ഈ വിറ്റ് പോയിൻ്റെ കാര്യത്തിലുള്ള കണക്കിൻ്റെ അപാകതകളായിരിക്കാം ഒരു പക്ഷേ ഇതിനകത്ത് വന്നിട്ടുള്ളത്. ദിയയ്ക്ക് ഇപ്പോഴും അറിയില്ല എത്ര എമൗണ്ടാണ് എക്സാക്റ്റ് പോയിട്ടുള്ളതെന്ന്. ദിയ ഇപ്പോഴും നോക്കുന്ന പല കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഉള്ള സ്ക്രീൻഷോട്ട് വാങ്ങിയിട്ടാണ് എത്ര രൂപ നഷ്ടപ്പെട്ടെന്നുള്ളത് നോക്കുന്നത്. ഒരു പക്ഷേ പുള്ളിക്കാരി അവിടെ ചെന്ന് സ്റ്റോക്കൊക്കെ ചെക്ക് ചെയ്യുമ്പോഴത്തേനും അത് അറിയാൻ സാധിക്കുമായിരിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ആദ്യം ഈ കുട്ടികൾ ഇവർ ചെയ്ത തെറ്റ് അംഗീകരിക്കുന്ന വീഡിയോ കണ്ടിട്ട് നമുക്ക് ബാക്കി കാണാം. ചേച്ചി അതിന്റെ ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന്. ഒരാൾക്ക് 50-നകത്ത് വെച്ച് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ട്, ഇവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ഇത് സി കേരളത്തിൽ ഇവരുടെ സൈഡിൽ നിന്ന് റിലീസ് ചെയ്തൊരു വീഡിയോ ആണ്. ഇതിനകത്ത് തന്നെ ഇവർ പബ്ലിക്കായിട്ട് കൺഫെഷൻ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഇത്രയും രൂപ ബെയർ മിനിമം 50,000 രൂപ എടുത്തിട്ടുണ്ടെന്ന് ഇവർ സമ്മതിക്കുന്നുണ്ട്. ഇനി ഈ സി കേരളത്തിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ ചർച്ചകളും കാര്യങ്ങളും റിപ്പോർട്ടുകളും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ സാധനത്തിനകത്തെല്ലാം ദിയയ്ക്കെതിരെയാണ് ആ ചാനൽ കൂടുതലായിട്ടും സാധനങ്ങൾ വന്നിട്ടുള്ളത്. കാരണം അതിനകത്ത് അവർ പറയുന്നത് ഈ വീഡിയോ ഒരു പക്ഷേ ദിയ ഇരുത്തി ഭീഷണിപ്പെടുത്തി എടുത്തതാണ് എന്നൊക്കെ ഉള്ള രീതി സംസാരിക്കുന്നു. ഇവർ 3 പേരും ഇത് രാത്രി വിളിച്ച കോളാണെന്നാണ് ദിയയും ഇവരും എല്ലാം പറഞ്ഞത്. എന്തിന് നട്ടപ്പാതിരക്ക് ഇവർ ഒന്നിച്ചു നിന്നു? ദിയ തൂക്കി എന്നുള്ള സമയത്ത് വന്നിരുന്ന് സംസാരിച്ചാണോ നമുക്കറിയില്ല. ദിയയുടെ എക്സ്പ്ലനേഷൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ, നമുക്കതൊക്കെ കാണാം. അതും കൂടെ വന്ന് കളക്ട് ചെയ്തിട്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ. അതിന് മുന്നേ ചാവയോ നിങ്ങൾ മുമ്പയോ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയണ്ട. നിങ്ങളുടെ 3 പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ കൊലയ്ക്കാൻ ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭിണി എന്റെ കോപ്പ് കൊടുത്ത കിടന്ന് തീർന്നു. അതിന് അപ്പം ഈ ഒരു സാധനം പറയുമ്പോഴത്തേനും ദിയ ഇത് ഭീഷണിപ്പെടുത്തി എന്നുള്ള രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കും എന്നാണ് ഇവർ ചിന്തിച്ചത്. പക്ഷേ ഇതിനകത്ത് തന്നെ ദിയയ്ക്ക് അനുകൂലമായി. ഇത്രയും പൈസ പോയ സമയത്ത് സ്വാഭാവികമായിട്ടും ദിയ ഇങ്ങനെ ഇത്രയും മാന്യമായിട്ട് സംസാരിച്ചത് തന്നെ വലിയ കാര്യമാണ്. ഇങ്ങനൊന്നും അല്ല ശരിക്കും ഒരാളുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ കൂടെ വിശ്വസിച്ച് നിർത്തിയ ആളുകൾ പൈസ തട്ടിക്കൊണ്ട് പോകുമ്പോൾ ഒരാൾ പ്രതികരിക്കുക. ഇതിനകത്ത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇവർ ഒരിടത്തും ദിയ നീ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ പൈസ മാറ്റിയെന്നുള്ളതൊന്നും ഈ വീഡിയോയിൽ സംസാരിക്കുന്നില്ല. ഇവർ ഈ ടാക്സ് വെട്ടീരിൻ്റെ കാര്യങ്ങളും ഒന്നും ഇതിനകത്ത് സംസാരിക്കുന്നില്ല. നീ ഞങ്ങളെ അടിമകളെ പോലെയാണ് നോക്കിക്കൊണ്ടിരുന്നത് എന്നുള്ള രീതിയിൽ ഒന്നും ഇവർ ഒഫൻസീവായിട്ട് ഒന്നും പറയുന്നില്ല. ദിയ ആർച്ചപ്പുറച്ചും പറയുന്നത് അതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവരുടെ ഭർത്താക്കന്മാരാന്ന് തോന്നുന്നു, ഏതോ പുരുഷന്മാരുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവരും തിരിച്ചൊന്നും പറയുന്നില്ല. അതായത് ഇവർ കട്ട്, അതായത് വളരെ വ്യക്തമായി അതിദാരുണമായി 3 പേരും ചേർന്ന് നിന്ന് നല്ല ഉഡായ്പായിട്ടൊരു ഉഡായ്പം കാണിച്ചു. പക്ഷേ കക്കാൻ അറിഞ്ഞു, നിൽക്കാൻ അറിയാതായിപ്പോയി. ഇതെന്തെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് ഇവർക്ക് അറിയാതായിപ്പോയി. അപ്പം നമുക്ക് ഇനി ദിയയുടെ എക്സ്പ്ലനേഷൻ കൂടെ കേൾക്കാം. കണ്ടതിൽ വെച്ച് എനിക്ക് രാവിലെ കാണാൻ പറ്റുന്നുണ്ട് ദിവ്യയാണ് വെച്ചോണ്ടിരിക്കുന്നത്. റെക്കോർഡ് ചെയ്യുന്നപ്പോൾ വിനിത ആയിരിക്കണം. ബിക്കോസ് വിനിത ഇവരുടെ ഒരു മാസ്റ്റർ മൈൻഡ് ആണെന്നുള്ളത് അന്ന് വന്നപ്പോഴും വിനിത തന്നെ സമ്മതിച്ചതാണ്. ഞാനാണ് ഇവർക്ക് മാസ്റ്റർ മൈൻഡോ കൊടുത്തതും ഞാനാണ് പൈസ എടുക്കാൻ തുടങ്ങിയതും ആദ്യം ഞാനാണ് ഇവർക്ക് എൻകറേജ്മെന്റ് കൊടുത്തതും ഇത് സമ്മതിച്ചു ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ ഇവിടെ ദിവ്യ ഇടയ്ക്കിടയ്ക്ക് വിനിതയോട് ചോദിക്കുന്നുണ്ട് അടുത്ത് എന്ത് പറയണം എന്നുള്ളത്. അത് നിങ്ങൾക്ക് കാണാം വ്യക്തമായി. ഓക്കെ, ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് എന്റെ മാന്യമായ സൈഡാണ് നിങ്ങൾ ഇതുവരെ കണ്ടത്. എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തു. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവർ അത്രയും നേരം മാന്യമായിട്ടാണ് സംസാരിച്ചത്. സ്വാഭാവികമായിട്ടും അവർ ഇങ്ങനെ പറയുമ്പോഴത്തേനും നീ ഞങ്ങളോട് അപമര്യാദയായിട്ടല്ല സംസാരിച്ചാൽ, നീ ഞങ്ങളെ അടിമകളെ പോലെ ട്രീറ്റ് ചെയ്തതെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് ഇവരൊരു മുതലാളി തൊഴിലാളി. അപ്പം മുതലാളിയുടെ ഒരു ഡോമിനൻസ് ഇവർ കാണിച്ചിട്ടുണ്ടാകും. അതിനെ നമുക്ക് തെറ്റ് പറയാനൊന്നും പറ്റത്തില്ല. ഇവരുടെ സൈഡിൽ നിന്ന് എനിക്ക് തോന്നിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ 69 ലക്ഷം രൂപ പോയിട്ട് 1 വർഷം കൊണ്ട് ഇവർ അറിഞ്ഞില്ല എന്നുള്ളത്. അതെനിക്കൊരു വലിയ ഫോൾട്ടായിട്ട് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കി ഇതിനകത്ത് തെളിവുകളും കാര്യങ്ങളും എല്ലാം നോക്കുമ്പോഴത്തേനും ഇവരുടെ സൈഡിലാണ് കൂടുതൽ ന്യായങ്ങൾ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ദിയ അവർ പറഞ്ഞ വീഡിയോയ്ക്ക് റിയാക്ട് ചെയ്യാണ്. ഇത് അവരുടെ സൈഡിൽ നിന്ന് പുറത്തു വിട്ടതാണ്. ഇത്രയും വിവരം കെട്ട ടീംസ് വേറെയില്ല. അതായത് അവർ വളരെ ക്ലീനായിട്ട് മോട്ടിച്ച്
വളരെ ക്ലീൻ ആയിട്ട് മോട്ടിച്ചപ്പോൾ ഇത് എന്തെങ്കിലും പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണമെന്ന് അവർക്കറിയില്ല. അത് പോട്ട് എങ്ങനെ നിൽക്കണമെന്ന് അറിയത്തില്ല. ഇവർ മീഡിയയിലേക്ക് റിലീസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇവരെ തന്നെ ആപ്പിലാക്കുന്ന, അതായത് കോടതിയിൽ എത്തുന്നതിന് മുമ്പ് കൺഫസ് ചെയ്യുന്നൊരു സാധനമാണ് ഇവർ തന്നെ റിലീസ് ചെയ്യുന്നത്. സ്വന്തമായിട്ടൊരു കുഴി കുഴിച്ച് അതിനകത്ത് കയറി കിടന്ന് മൂടിയിട്ട് RIP എന്ന് വെക്കുന്ന സാധനം പോലെയാണ് ഈ 3 പെൺകുട്ടികൾ ചെയ്തിരിക്കുന്നത്. വളരെ ബുദ്ധി ഉള്ള പെൺകുട്ടികളാണ്. ഇവര് ദിയയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഉള്ളതിലൊക്കെ നമുക്ക് വരാം കേട്ടോ. ആ ബിസിനസ് മുഴുവൻ വാട്സാപ്പ് ത്രൂ ആണ്. അതായത് വാട്സാപ്പിൽ വരുന്ന കംപ്ലയിൻസും എൻക്വയറീസും എല്ലാം ക്ലിയർ ചെയ്യാൻ ഞാൻ മിസ്സസ് വിനിതേനെ ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. വാട്സാപ്പിലൂടെ വരുന്ന കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വിനിതനെ ഏൽപ്പിച്ചു. നമ്മളൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ OBOC എന്ന് പോകുന്ന ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഡാമേജ്ഡ് ആണ്, അതിൻ്റെ പാക്കിംഗ് ഇഷ്യൂസ് ഉണ്ട്, അത് കസ്റ്റമർ സർവീസ് വളരെ മോശമാണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ കേട്ടിരുന്നു. അതിൻ്റെ കാരണം ഈ പെൺകുട്ടികളുടെ മോശം അപ്രോച്ചാണ്. ഒരുപാട് ആളുകൾ ഇവർ കൊടുത്തിരുന്ന സർവീസ് മോശമാണ്, ഡാമേജ്ഡ് പ്രൊഡക്ട്സ്. ഇവർക്ക് ദിയെ ഇഷ്ടമില്ല, ദിയ എങ്ങനെയും പൊളിക്കണം, അപ്പോൾ ഡാമേജ്ഡ് പ്രൊഡക്ട്സ് മനഃപൂർവ്വമായിട്ട് കയറ്റി അയച്ചതാണെന്നൊക്കെ ഉള്ള രീതി സംസാരിക്കുന്നു. ദിയ അന്നും അവരെ പ്രൊട്ടക്ട് ചെയ്ത കേട്ടോ നിന്നത്. അപ്പോൾ അവരുണ്ടാക്കിയ സീനാണ് ദിയയ്ക്ക് അന്നുണ്ടായ ദിയ പോയി വീണ കോൺട്രവേഴ്സി. അപ്പോൾ വിനിതേനെ അത് ഏൽപ്പിച്ചപ്പോൾ വിനിത ആൾക്കാരുടെ കംപ്ലൈൻസ് കേട്ട് അതിന് എനിക്ക് ഒരു ഉത്തരം കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അവരുടെ കോൾസ് അറ്റൻഡ് ചെയ്യുകയോ അവരുടെ കൺസേൺസ് എന്നെ അറിയിക്കുകയോ ചെയ്യുന്നതായിരുന്നു അയാളുടെ ജോലി. അതിനയാൾക്ക് അഡീഷണൽ പേയ്മെന്റ് ഉണ്ടായിരുന്നു. എല്ലാവരെയും ബാക്കി 2 സ്റ്റാഫുകളെക്കാൾ പേയ്മെന്റ് കൂടുതലായിരുന്നു വിനിതയ്ക്ക്, ബിക്കോസ് ഷി വാസ് അസൈൻ ടു ഡു ദീസ് സിമ്പിൾ ഡ്യൂട്ടീസ്. പക്ഷേ അയാൾ കസ്റ്റമേഴ്സിന്റെ കോൾ അറ്റൻഡ് ചെയ്യത്തില്ലായിരുന്നു, ഒരാളുടെ കൺസേൺസ് എന്നെ അറിയിക്കത്തില്ലായിരുന്നു. ഇതെല്ലാത്തിനുപരി US-ലുള്ള റീസെല്ലറായിട്ട് പുള്ളിക്കാരി ബിസിനസ് നടത്തുകയാണ്. ഓക്കെ, കഴിഞ്ഞ 1 വർഷമായിട്ട് US-ലുള്ള, അതായത് ഇവരുടെ ഹോൾസെയിലിൽ മേടിച്ചിട്ട് മറിച്ച് വിൽക്കുന്ന ഒരാളുമായിട്ട് ഇവർ തന്നെ ഈ 3 സ്റ്റാഫുകൾ തന്നെ വിൽക്കുന്നു. വിറ്റ് കിട്ടുന്ന പണം ഓൺ ദ സ്പോട്ടിൽ കിട്ടുന്ന സ്പോട്ടിൽ തന്നെ 3ആയിട്ട് ഭാഗിച്ച് അവരെടുക്കുന്നു. ഇവർ പറയുന്നത് ടാക്സ് വരാതിരിക്കാൻ എന്നൊക്കെ ഉള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. ഈ ദിയയ്ക്ക് നേരെ ടാക്സിന്റെ ഒരു ആരോപണം നടത്തിയിട്ടുണ്ട്, കാസ്റ്റ് പരമായിട്ടൊരു ആരോപണം നടത്തിയിട്ടുണ്ട്, പൊളിറ്റിക്കൽ പരമായിട്ടൊരു ആരോപണം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം അന്വേഷിക്കണം. ഇവരുടെ സൈഡിൽ അങ്ങനെ തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവരെ തന്നെ കൊടുക്കണം. അങ്ങനെ ഇല്ല, കള്ളത്തരമാണ് അവർ പറഞ്ഞതെങ്കിൽ അതിനെ ഒരു വിക്ടിം കാർഡായിട്ട് യൂസ് ചെയ്യാൻ അവർ കൊടുക്കണം. ഇപ്പം ഇതിനകത്ത് ഓൾറെഡി ആ ജ്വല്ലറി ആയിട്ട് അല്ലെങ്കിൽ ആ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കസ്റ്റമർ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഡാമേജ്ഡ് പ്രൊഡക്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് ഒരാളെ ഇരുത്തിയിട്ട് പോലും അല്ലെങ്കിൽ കസ്റ്റമറിന് പ്രോപ്പറായിട്ട് റെസ്പോൺസ് കൊടുത്തില്ല എന്നൊക്കെ പറയുന്നു. സോ അന്ന് വന്ന ആരോപണങ്ങൾ ശരിയായിരിക്കാം നമ്മൾ വെക്കുന്നു. അത് ദിയയുടെ തെറ്റല്ല കേട്ടോ, ഈ 3 പിള്ളേരുടെ തെറ്റ് തന്നെയാണ് അന്നും. പക്ഷെ ദിയ അവരെ എൻ്റെ സ്റ്റാഫാണെന്നുള്ള രീതിയിൽ താങ്ങി നിർത്തി. നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു എന്ന് പറയുന്നതായിരുന്നല്ല. പല കസ്റ്റമേഴ്സിനും കൊടുക്കുന്ന ഐറ്റംസ് 3-4 ക്രോസ് ചെക്ക് ചെയ്യണം. അതിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടെങ്കിൽ പോലും യു വിൽ ബി ക്വസ്റ്റ്യനബിൾ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് റിപ്പീറ്റഡ്ലി വയ്യാതെ ട്രിപ്പ് എടുത്ത് കിടന്ന് ഞാൻ പറഞ്ഞിട്ടും ഇവര് പലപ്പോഴും ഇറസ്പോൺസിബിളി ആയിരുന്നു സാധനങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരുന്നു. കസ്റ്റമേഴ്സ് വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ലായിരുന്നു. പല കസ്റ്റമേഴ്സിനോട് ഒരു മോശമായി സംസാരിച്ച റെക്കോർഡ്സ് നമുക്കുണ്ട്. ഓക്കെ, ഇത് ഈ സ്റ്റാഫിനെ കുറിച്ച് കുറ്റം പറയുന്നതാണ്. അന്ന് സംഭവിച്ച കാര്യങ്ങൾ, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവരുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങളിലെല്ലാം ഈ പെൺകുട്ടികൾ തന്നെയാണ് ഉത്തരവാദി എന്ന സാധനം പ്രൂവ് ചെയ്യുന്ന തരത്തിലാണ് ഈ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഈ ദിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എന്നിട്ടും അവരെ ചേർത്ത് നിർത്തി എന്നാണ് പറയുന്നത്. ഇവരെ അടിമകളപ്പില്ല കണ്ടോ, ഇവരെ ജാതിപരമായിട്ട് അധിക്ഷേപിച്ചു എന്നൊക്കെ പറയുന്ന വാദങ്ങൾ ദിയ പൊളിക്കുന്നുണ്ട്. നമുക്കതൊക്കെ കാണാം. ഇതിനകത്ത് ഇതാണ് ഇവർ പറയുന്നത്. ആ ദിയയുടെ ഫ്ലാറ്റിലേക്ക് വന്നു, അവിടെ നിന്ന് സംസാരിച്ചു, അവിടുന്ന് കൃഷ്ണകുമാർ സാറിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണകുമാർ ജിയുടെ ഓഫീസിലേക്ക് പോയി എന്ന് പറയുന്നു. അപ്പോൾ ആദ്യം സംസാരിക്കുന്ന സമയത്ത് തന്നെ ഇവർ പല കാര്യങ്ങളും കൺഫസ് ചെയ്യുന്നുണ്ട്. പലയിടത്തായിട്ട് ഇവർ കട്ടു എന്ന സാധനം ഇവർ സമ്മതിക്കുന്നുണ്ട്. എത്ര രൂപയാണ് കട്ടതെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ഇതിനകത്ത് ഒരു പെൺകുട്ടി ഓർണമെന്റ്സ് മേടിച്ചു, ആ ഓർണമെന്റ്സ് വിറ്റിട്ടാണ് 8 ലക്ഷം രൂപയോളം കൊടുത്തതെന്ന് പറയുന്നത്. മറ്റൊരാൾ വീട് പണിതു എന്നാണ് പറയുന്നത് ഈ പൈസയെന്ന്. അതിനകത്തൊക്കെ എത്ര ശതമാനം യാഥാർത്ഥ്യമുണ്ടെന്ന് അറിയത്തില്ല. ഏതായാലും വളരെ സിമ്പിളായിട്ട് പണം തിരിച്ചു കൊടുത്ത് തീർക്കാവുന്ന ഒരു വിഷയത്തിനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കി. ഇവിടെ ഇരിക്കുമ്പോഴത്തേനും ഇവരുടെ ഒരു ബോഡി നേച്ചർ നിങ്ങൾ ശ്രദ്ധിച്ചോളുക. പുറത്തിറങ്ങി ഇവർ മീഡിയ കണ്ടപ്പോഴുള്ള ഇവരുടെ ആറ്റിറ്റ്യൂഡും അറഗൻസും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഇനി അവരാണോ തെറ്റ് ചെയ്തതെന്ന് തോന്നിക്കുന്ന രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇവരുടെ പറച്ചിൽ കേട്ടപ്പെടുമായിരുന്നു. നമുക്ക് ഏതായാലും ഇവിടെ സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ ബോഡി ലാംഗ്വേജ് നോക്കി ഇവർ പറയുന്ന കാര്യങ്ങൾ ഓഗസ്റ്റിലാണ് ആദ്യം ഒരു ചെയ്തത്. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് വർക്ക്ഔട്ട് ആയി നിങ്ങൾ വിചാരിച്ചാണ് എന്തായാലും ഇത്ര ഇൻകം വരുമല്ലേ, കൂടി എടുക്കാന്ന് വിചാരിച്ചാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളുടെ ഒരു കുറ്റബോധം തോന്നി, കുറ്റബോധം തോന്നി, എന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതെപ്പോഴും അവസാനമായിട്ട് നിങ്ങൾ ചെയ്താണ് അറിയുന്നത്. ഈ പറഞ്ഞു വിടുന്നതിന് എത്ര നാൾ കുറ്റബോധം തോന്നിയില്ല. കാരണം ഇന്നലെ രാവിലെ കൂടെ വിരുദ്ധ ത്രെഡ് ചെയ്തതേ ഉള്ളൂ. സാലറി ക്രെഡിറ്റ് ആവട്ടെ, അതൊന്നും ചെയ്യില്ല. ഇവരെ കണ്ടറിയാം, ഇവരാണെങ്കിൽ ഇത് നാട്ട കേസ് സഹിക്കാൻ വയ്യ. ഇപ്പോൾ കുറ്റബോധം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്ന ഇവരുടെ സൈഡിൽ യാതൊരു തെറ്റുമില്ലെന്നല്ലേ. പക്ഷെ അന്നേരം കുറ്റബോധം എന്തിനാണ്? തെറ്റൊന്നും ചെയ്യാത്ത ഇവരുടെ സൈഡിൽ തെറ്റുണ്ട് കേട്ടോ. ഇവർ കള്ളികളാണ് നമുക്ക് ഉറപ്പായി. ബാക്കിയാക്കാം.
ഓക്കെ, നിങ്ങൾ കട്ടതിന് പിടിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴും ഇവർ ഇല്ല, ഞങ്ങൾ കട്ടിട്ടില്ല, ഇത് ഞങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് മറുപടി പറയുന്നില്ല. തെറ്റ് പറ്റിപ്പോയി ചേച്ചി എന്നിവർ പറയുന്നുണ്ട്. സോ ഇവർ കട്ടെന്നുള്ള കാര്യം പല ഇടങ്ങളിലായിട്ട് ഇവർ സമ്മതിക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും കിട്ടില്ല. ആര് വരുമ്പോഴും വിളിച്ചു ചോദിച്ചാൽ ക്യാഷ് ആയിട്ട് എത്ര എടുത്ത് കാണും? അപ്പം ഇതിനകത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർ ഒരു കസ്റ്റമർ വന്നു ഇതിനൊക്കെ ഗൂഗിൾ പേ ചെയ്യൂ എന്ന് പറഞ്ഞതല്ലാതെ ഒരു കസ്റ്റമർ വരുമ്പോഴത്തേനും അവരുടെ ഇന്ന് ക്യാഷ് ആയിട്ട് വേണമെന്ന് പറഞ്ഞ് ക്യാഷ് ആയിട്ട് ഇവർ മേടിച്ചിട്ടുണ്ട്. ആ കണക്കൊന്നും ദിയയ്ക്കൊന്നും ഇല്ല. ദിയയുടെ സൈഡിൽ ഇതിനകത്ത് വലിയ പാളിച്ച വന്നിട്ടുണ്ട്. ദിയയ്ക്ക് ആ ബിസിനസ്സിൽ വയ്യാതായ സമയത്ത് യാതൊരു കൺട്രോളും ഇല്ല. അത് സ്റ്റാഫിൻ്റെ ഇഷ്ടത്തിനങ്ങ് വിട്ടു. അതാണ് ഈ പണി കിട്ടിയത്. അപ്പം ദിയയ്ക്കും കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ എത്ര രൂപയാണ് ശരിക്കും പോയതെന്നുള്ളത്. അപ്പോൾ ഇവർ ഈ കസ്റ്റമർ ആരെങ്കിലും വന്ന് ക്യാഷ് ആയിട്ട് വരുമ്പോഴത്തേനും പവർ ഓഫ് ചെയ്യുന്നു, വൈഫ് മറ്റേ CCTV പോകുന്നു. CCTVയിൽ എത്ര ക്യാഷ് മേടിച്ചെന്ന് കിട്ടുന്നില്ല, പ്രൂഫില്ല. ഇതൊക്കെയാണ് ദിയ തൂക്കിയ സാധനങ്ങൾ. ഏതായാലും ഈ 3 പെൺകുട്ടികളുടെ കാര്യത്തിൽ വളരെ നല്ലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിയ ഞാൻ നിങ്ങളുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇത് നശിപ്പിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നശിപ്പിച്ചു. ഇനി ഇവർക്ക് ഒരിടത്തും ജോലി കിട്ടത്തില്ല, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു സ്ഥാപനത്തിൽ നിന്ന് ആ സ്ഥാപനത്തിലെ സാധനങ്ങൾ തന്നെ കട്ടെടുത്ത് മറിച്ച് വിറ്റാക്കും മറ്റൊരാൾ ജോലി കൊടുക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇവർക്ക് പറ്റുന്ന കാര്യം ഇവരെ മോട്ടിച്ച പൈസയ്ക്ക് ഇവരെന്തെങ്കിലും ബിസിനസ് തുടങ്ങുക എന്നുള്ളതേ ഉള്ളൂ. റീഡു ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇത്രയും തരികിട. അപ്പം ഇടയ്ക്ക് ഇവൻ 1-2 കംപ്ലയിൻസ് വരുന്നത് പോലും ഇവർ പേർപ്പസ്ഫുള്ളി ചെയ്തതായിരിക്കാം. ഇവരല്ലേ പാക്ക് ചെയ്ത് വിടുന്നത്. ഓക്കെ, പർപ്പസ്ഫുള്ളി കംപ്ലയിൻസ് വരുന്നത് മനഃപൂർവ്വമായിട്ട് ചെയ്തതായിരിക്കും. ഇതിന് പിന്നിലെ കാരണം എന്ന് പറയുന്നത് ദിയോട് ഇവർക്കൊരു എതിർപ്പുണ്ട് അല്ലെങ്കിൽ ഇഷ്ടക്കുറവുണ്ടെന്നുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഈ 3 പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ കസിൻസ് ആണ്. അപ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന വിത്തുകളാണ് ഈ 3 എണ്ണവും. അപ്പോൾ വിത്ത് ഗുണം ഈസിക്വൽ ടു 10 ഗുണം '2. അതിനകത്ത് യാതൊരു സംശയമില്ല. ആ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഇവർ 3 അറിഞ്ഞുകൊണ്ട് തന്നെ കള്ളത്തരം കാണിച്ചതാണ്. ഇത് ഇവർ പറഞ്ഞത് ദിയയോട് എന്തോ കലിപ്പുണ്ടായിരുന്നുള്ള. പിന്നെ എന്തിനാണ് നിങ്ങൾ കഷ്ടപ്പെട്ട ആ സ്ഥാപനത്തിൽ അടിച്ചു നിന്നത് ആ ദിയയും കൂടെ നശിപ്പിക്കാനായിട്ട്? കമ്മല് തെറ്റിച്ച് വെക്കുന്നു, അല്ലെങ്കിൽ ഒരു പൊട്ടിയതെടുത്ത് വെക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളത് ഇവര് പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതാകാം. അപ്പൊ ഇവരെവിടെ വരണം? വാക്കിൻ കസ്റ്റമേഴ്സിന്റെ അടുത്ത് അവർ എന്താണ് എങ്ങനെയാണ് ഡീൽ ചെയ്യണതൊന്നും നമുക്ക് ഇപ്പൊ സ്മോൾ എമൗണ്ട് ആണെങ്കിൽ ദിയയുടെ QR കോഡ് കൊടുക്കും. 1000 രൂപയുടെയും 1500 രൂപയും. ഇപ്പൊ ഒരു 30,000 രൂപ എന്നാ അപ്പോൾ ഇതിനകത്ത് എന്ത് പറഞ്ഞാലും ദിയയുടെ സൈഡിൽ നിന്ന് ഒരു മാനേജ്മെന്റ് ഫോൾട്ട് വന്നിട്ടുണ്ട്. അതൊരു തെറ്റല്ല, ഒരാളെ വിശ്വസിച്ചൊരു സാധനം ഏൽപ്പിച്ചപ്പോൾ കിട്ടിയ പണിയാണ്. എത്ര രൂപ കൃത്യമായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇവർക്ക് ഇതുവരെ അറിയാത്തതും ഇവരുടെ ഒരു പോരായ്മ തന്നെയാണ്. ദിയ വീണ്ടും വീണ്ടും സ്റ്റോക്ക് എടുത്തുകൊണ്ടേയിരിക്കുന്നു, ആ സ്റ്റോക്ക് വിറ്റ് പൊക്കോണ്ടേയിരിക്കുന്നു, അതിൽ നിന്നുള്ള പണം അവരെടുത്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഫിനാൻസിൽ ഒരു കൺട്രോൾ ഇല്ല. അതിനകത്ത് ഒരു മണി ഫ്ലോയിൽ ഒന്നും യാതൊരു കൺട്രോളും ഇല്ലാതായിപ്പോയി. അതിന് ഇവർ പറയുന്നത് ദിയയ്ക്ക് വയ്യാതിരുന്നു എന്നുള്ള സമയമാണ്. പക്ഷെ അത് മാനേജബിൾ ആക്കണ്ടേ? അപ്പോഴും ഒരു സ്റ്റാഫിനെ പലതരത്തിൽ തട്ടിക്കൊണ്ട് പോകാം എന്നുള്ളത് എങ്ങനെ ശരിയാവും അറിയത്തില്ല. നമ്മൾ ബേസിക്കലി ബിസിനസ് ഓണേഴ്സ് ഒരു സ്റ്റാഫിനെ എത്ര വിശ്വസിക്കാവുന്ന ആളാണെങ്കിലും കണ്ണടച്ച് വിശ്വസിച്ചോ 3G ആക്കിയിരിക്കും. അനുഭവമുണ്ട്. ഓക്കെ, ഇതാണ് ആ കുട്ടികൾ. ഈ പുള്ളിക്കാരിക്ക് കാസ്റ്റുമായിട്ട് പ്രശ്നമുണ്ട്, അയിത്തം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരെ കല്യാണത്തിന് പിടിച്ച് ചേർത്ത്, കല്യാണത്തിനല്ലോ കുഞ്ഞുണ്ടാകുന്നതിൻ്റെ ചടങ്ങിൽ പിടിച്ച് ചേർത്ത് നിർത്തിയേക്കുന്നതിൻ്റെ ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം ദിയ പുറത്ത് വിട്ടിട്ടുള്ള സാധനമാണിത്. ഇതിനകത്ത് ആ 3 പെൺകുട്ടികൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇവർ കട്ടു. ഇവർ നല്ല ക്ലാസിക്കായിട്ട് കട്ടത് തൂക്കിയപ്പോൾ കക്കാൻ അറിയാൻ നിൽക്കാൻ അറിയത്തില്ല. ഇത് കട്ട പിടിക്കപ്പെട്ട എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഈ 3 പേർക്കും അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർ പിടിച്ച ഉടനെ രാത്രി ഒന്നിച്ചുകൂടി ദിയയായിട്ട് സംസാരിച്ചു. പെട്ടെന്നറിഞ്ഞു, നേരെ ഒരു വക്കീലിനെ പോയി കണ്ടു. വക്കീൽ കുറേ കഥ പറഞ്ഞു കൊടുത്തു. കൃഷ്ണകുമാറിനെ നാണം കെടുത്തുക. അവർ സെലിബ്രിറ്റി ഫിഗർ ആയതുകൊണ്ട് നാണം കെടുത്തുമ്പോഴത്തേന് അവരിങ്ങ് സെറ്റിൽമെൻറ്റിന് വരെ നമ്മളൊരു പണം കൊടുത്ത് സെറ്റിൽ ചെയ്ത് തീർക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ ചിന്തിച്ചതെന്ന് തോന്നുന്നു. പക്ഷേ ആ നാണം കെടുത്തൽ ഏറ്റില്ല. ഇവർ ഈ ദിയായിട്ട് സംസാരിക്കുന്ന വീഡിയോയിലായാലും മഹാനായിട്ട് സംസാരിക്കുന്ന വീഡിയോയിലായാലും വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പാവോട്ട് ഞാനോ എനിക്കറിയത്തില്ല, ഭൂമിയെ തൊട്ട ഭൂമിക്ക് നോക്കും എന്നുള്ള രീതിയിലാണ് ഇവർ ഇരിക്കുന്നത്. പക്ഷെ അതേസമയം ഇവർ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴത്തേനും വളരെ ഹാർഷായിട്ടുള്ള രീതിയിലാണ് ഇവരുടെ പല സംസാരങ്ങളും പോയത്. ഇതിനകത്ത് 2 പേരുടെ സൈഡിൽ തെറ്റുണ്ട്. ഞാൻ എൻ്റെ ആദ്യം മുതലുള്ള വീഡിയോയിൽ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ദിയ ഒരാളെ കൺട്രോൾ ഇല്ലാതെ തുറന്നു വിട്ടു, അവരെ പരിപൂർണമായിട്ടും വിശ്വസിച്ച് എല്ലാം അവരുടെ കയ്യിലൊക്കെ കൊടുത്തു എന്നുള്ളത് ദിയയുടെ സൈഡിൽ നിന്ന് വന്ന് വലിയൊരു ഫോൾട്ടാണ്. അവിടുത്തെ സ്റ്റോക്ക് അറിയില്ല. ഒരു സാധനം മേടിച്ചു, ആ സാധനം മറിച്ച് വിറ്റു. എത്ര വന്നു എത്ര പോയി എന്നുള്ളത് കസ്റ്റമർ പറയാതെ ദിയയ്ക്ക് അറിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഇഷ്യൂ ആണ് നമ്മൾ അതിനകത്ത് കാണുന്നത്. അതെല്ലാം
കോംപ്രമൈസ് ആകട്ടെ, എത്രയും പെട്ടെന്ന് എല്ലാം സെറ്റിൽ ആകട്ടെ. ഇതിനകത്ത് ശരിക്കും ഉള്ള കുറ്റവാളി കൊടുക്കട്ടെ. ശരിക്കും മനസ്സിലായാലും ആരും ശരിക്കുള്ള കുറ്റവാളി നിന്ന് ആ കുറ്റവാളി കൊടുക്കട്ടെ. ഏതായാലും ദിയയുടെ OBOC നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം? ഇത്തരത്തിലുള്ള സ്റ്റാഫുകളെയോ ആരെയെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റൊരു